ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മോര് കറി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചേന വെച്ചിട്ട്, കുമ്പളങ്ങ വെച്ച്, പച്ചക്കായ, വെള്ളരിക്ക. അപ്പോൾ ഞാനിന്ന് വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു മോര് കറിയാണ് തയ്യാറാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് പുളിശ്ശേരി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മോര് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വലിയൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം 1/4 ഭാഗം മാത്രമേ കറിക്കായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാനിത് ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നാടൻ കറിയാണല്ലോ, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടുന്നതിന് മൺചട്ടി തന്നെ നമ്മളിത് തയ്യാറാക്കണം. ആ ചട്ടിയിലേക്ക് കഷ്ണങ്ങളെല്ലാം കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ആ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും കഷ്ണങ്ങൾ വെന്ത് വരാൻ. അപ്പോൾ അത് എത്രയുണ്ടെന്ന് നമുക്കിതൊന്ന് ഇളക്കി ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ എരിവിനായിട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പം നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് നടുവ് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം വേവിക്കുന്ന സമയത്തെ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് താളിപ്പിൻ്റെ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണമല്ലോ. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത്, തേങ്ങ ചിരവുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളർ പുറം ഉള്ള ആ കളറുള്ള ഭാഗം പെടാതെ നമ്മൾ നോക്കണം. അപ്പോൾ ആ വെള്ള ഭാഗം മാത്രം എടുക്കുക തേങ്ങയുടെ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകവും, അതുപോലെ ഒരു വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, നടുവ് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ. ഇനി ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് പെട്ടെന്ന് തന്നെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊന്നും അധികം ആകാതെ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കിയാലോ. കഷ്ണങ്ങളിലെ വെള്ളമെല്ലാം ഒരുവിധം വറ്റി കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ, ഉടഞ്ഞു പോകരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഇതുപോലെ തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം. ഹൈപ്പ് ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തും കൂടെ എന്നെ സഹായിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാൻ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം ഇനി ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ തേങ്ങ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരും. ആ തേങ്ങയൊക്കെ വെന്ത് തേങ്ങയിലുള്ള വെള്ളവും ആ വെള്ളരി കഷ്ണം വേവിക്കുമ്പോൾ ഉണ്ടായിരുന്ന വെള്ളവും അതെല്ലാം കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് കിട്ടുമെങ്കിൽ, അധികം പുളിയില്ലാത്ത വല്ലാതെ പുളിച്ചു പോയ തൈര് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിവിടെ 1/2 കപ്പ് കട്ട തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു മീഡിയം സൈസിൽ പുളിയുണ്ട്. അപ്പോൾ അതിലെ കട്ടയെല്ലാം ഉടച്ച് നല്ല സോഫ്റ്റാക്കിയ ശേഷം വേണം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. തൈരിൽ ആ വെള്ളമൊന്നും ചേർക്കാതെ ആ കട്ട തൈര് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കറി വല്ലാതെ തിളച്ച് മറിയരുത്. ചെറിയൊരു ചൂടിൽ വേണം ഈ കറി ഒന്ന് പാകമായിട്ട് വരാൻ. അപ്പോൾ കറി ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഈ സമയത്ത് നോക്കാം. ഉപ്പൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ നോക്കാം. ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കഷ്ണങ്ങൾ വേകുമ്പോൾ ഞാനിട്ട ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കടുക് വറക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത്
നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു നുള്ള് മാത്രം, വളരെ കുറച്ച്, ആ മുളക് പൊടിയുടെ ഒരു ഫ്ലേവർ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഫ്ലെയിം ഓഫാക്കി അത് മൂത്തത് നമുക്ക് ആ താളിപ്പ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടി ആ എണ്ണയിലിടുമ്പോൾ ആ ഒരു ഫ്ലേവർ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. താളിപ്പിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്കൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാനിതാ തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയാലോ. ഇതാ ഇതുപോലെയാണ് കറി ഇരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയില്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.